ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യലായിട്ടുള്ള ഓണിയൻ മുട്ട വറവലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി നോക്കണേ. അതിനായിട്ട് ഞാൻ ഒരു 3 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 മീഡിയം സൈസ് സവോള ഇതേ കനത്തിൽ നമ്മൾ ഇതേ രീതിക്ക് കട്ട് ചെയ്യാം. പിന്നെ ഒരു തക്കാളി അതേമാതിരി പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്യാം. 3 പച്ചമുളക് ഇതേമാതിരി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ ആ കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ 3 കോഴിമുട്ട ഞാനിതാ പൊട്ടിച്ചൊഴിച്ചു. ഇനി ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് നമ്മൾ അതൊന്ന് സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു സ്പെഷ്യലായിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് 1.25 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നമ്മളിപ്പോൾ ഫ്ലെയിം ഓണാക്കാതെ തന്നെ ഒരു അര സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂണ് ഫുള്ളായിട്ട് മുളക് പൊടിയും ചേർത്തു. ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് 1/4 സ്പൂണ് ഗരം മസാല ചേർത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കുക. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് 1 മിനിറ്റ് നമ്മൾ ആ പൊടികളൊന്ന് ഇതേമാതിരി വഴറ്റിയെടുക്കുക. അപ്പോൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടിയുപ്പ് കൂടി ചേർത്തു. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ആ കോഴിമുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കാം. കോഴിമുട്ട മിക്സ് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ നമ്മളിതൊന്ന് പൊടിമാസാക്കി എടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്തായാലും ചെയ്ത് നോക്കുക. ഇതിന് മുമ്പ് നിങ്ങൾ ഇതുപോലെ ചെയ്തില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു ദിവസമെങ്കിലും ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ ഉപ്പും മുളകും എരിവൊക്കെ ശരിക്കും അതിലേക്ക് പിടിച്ച് നല്ല ഒരു രുചിയായിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ മുട്ട പൊടിമാസ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം സവാളയും തക്കാളിയും പച്ചമുളകെല്ലാം വഴറ്റിയതിന് ശേഷം അതിൻ്റെ നടുവിൽ മുട്ട ഇട്ട് പൊടികളിട്ട് നമ്മൾ ചെയ്യലാണല്ലോ. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതേപോലെ ഒന്ന് പൊടിമാസായി നല്ല വൃത്തിയായിട്ട് വരുന്ന മാതിരി ചെയ്യുക. ഇപ്പം ഞാനതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്കത് വേറെ ഒരു പാത്രത്തിലേക്ക് പകർത്തണം. അപ്പോൾ ഞാനത് വേറെ ബൗളിലേക്ക് ഇത് പകർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതേ ഫ്രൈ പാന് നമ്മൾ അടുപ്പത്ത് വെച്ചു. 1 സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾക്ക് ആ സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. കൂടെ പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഇനി അല്പം ഉപ്പ്, അതിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങോട്ട് വഴന്ന് പോകേണ്ട ആവശ്യമേ ഇല്ല. ഈ സവാള ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുന്ന സമയത്ത് നമ്മൾക്ക് ആ തക്കാളി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് തക്കാളി, സവാളയും പച്ചമുളകും നമുക്കൊന്ന് വെന്താൽ മതി. ഒരുപാട് അങ്ങോട്ട് വഴന്ന് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് മുട്ടയുടെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു രുചിയായിരിക്കും, നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇനി അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇപ്പം ഞാൻ ചേർത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല എരിവുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു മുട്ട വറവൽ നമ്മൾക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാം. ഈ സമയത്ത് നമ്മൾക്ക് അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടപ്പൊടി മാസ് അതിലേക്ക് ചേർക്കാം. എന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്യണേ. ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ റോൾ ചെയ്ത് കഴിക്കാനൊക്കെ നല്ലൊരു രുചിയായിരിക്കും. ഇപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൂടി ഞാനിത് വിതറി കൊടുത്തു. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഞാനത് പകർത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതേപോലെ സിമ്പിൾ റെസിപ്പികളാണ് എൻ്റെ വീഡിയോയിൽ അധികം ഉള്ളത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു വ്യത്യാസപ്പെടുത്തി അത് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.